നമ്മളൊരു കോർപ്പറേറ്റ് ആണെങ്കിൽ ഈ ലാഭം മുഴുവനും അല്ലെങ്കിൽ ഇത് മുഴുവനും ഒരാളെ പോക്കറ്റിലല്ലേ. ഇതിപ്പം 18,000 പേര്. ഇപ്പം മോൺട്രോഗൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ റിസഷൻ കാലത്ത് ബാക്കി എല്ലാ രാജ്യങ്ങളും 2008 റിസഷൻ ഉണ്ടായിരുന്നല്ലോ, എല്ലാം മൈനസിലേക്ക് പോയി ഗ്രോത്ത്. അവിടെ 6.5 ഗ്രോത്ത് ഉണ്ടാവരുത്. കാരണം വെച്ചാൽ ഈ സാധാരണക്കാരുടെ കയ്യിൽ വരെ പൈസ കൃത്യമായിട്ട് എത്തുന്നു എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു മെക്കാനിസമാണുള്ള സഹകരണ സംഘം എന്ന് പറയുന്നത്, അതിൻ്റെ മെമ്പർമാർ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ അത് നല്ല രീതിയിൽ നടത്തണം ആരായാലും. അത് നടക്കുമ്പോഴേ എല്ലാം നല്ലത് നടത്തുന്നല്ലേ ഈ പറഞ്ഞതെല്ലാം അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയല്ല. മനസ്സിലായില്ലേ ഇപ്പം പറഞ്ഞത്? ഒരാളെങ്കിലും CPM തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ഒഞ്ചത്താണ്, ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ ഒരു വശത്ത് ബഗ്ബാൻഡ് ആത്മീയമായിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. നവോത്ഥാന നായകനായിരുന്നു. പ്രസ്ഥാനത്ത് ചേർന്നു. ഒഞ്ചത്ത് ഒരു ഭാഗത്ത് വിപ്ലവം നടന്നു. അതിൻ്റെ ബ്ലഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിൽ ഇലക്ഷൻ വരെ പൊളിറ്റിക്സ് ബേസിലല്ല. ഇപ്പോഴും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണോ മെമ്പേഴ്സ്? എന്നാലും മെജോറിറ്റി അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറയില്ല. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ രാഷ്ട്രീയം പറയലുമില്ല. ഒരാളോടും രാഷ്ട്രീയ പക്ഷഭേദം കാണിക്കാറില്ല. ഒരാളെങ്കിൽ ഒഞ്ചിയത്താണ്. ഒഞ്ചിയം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പൊളിറ്റിക്കലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഈ TP കൊലപാതകമൊക്കെ നടന്ന ആ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അത് ഒരാൾക്കാർ വടകരക്കാർക്കും കോഴിക്കോടുകാർക്കും ശരിക്കറിയാം. അങ്ങനെ ഒരു പക്ഷത്ത് നിൽക്കുന്നതല്ല. എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും അത് സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് അതിനൊരു പരിക്കോ അതിൻ്റെ മേലെ ഒരു ആരോപണമോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നോ ഒന്നും ആരും പറയില്ല. അത് സ്വതന്ത്രമായിട്ട് തന്നെ. അതാണല്ലോ പ്രസ്ഥാനം വളരുന്നത് തന്നെ. നമ്മളൊരു തൊഴിലെടുക്കുന്ന തൊഴിലിന് വേണ്ടിയിട്ടാണ്. അതൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ പിന്നെ പൊളിറ്റിക്സ് കൊണ്ടുവന്നാൽ പിന്നെ ഒരിക്കലും അത് വിജയിക്കില്ല. ബാധിച്ചിട്ടില്ല. ഇല്ല. അത് വടകരക്കാർക്കറിയാം. എല്ലാവരും വടകര ആരോട് ചോദിച്ചാലും ഒരാളിങ്ങനെ എന്താണെന്ന് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ നിർവചനം പറഞ്ഞു തരും. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കിട്ടുന്നില്ല. NHന്റെ പണി താമസിക്കുന്നു. വിഴിഞ്ഞത്ത് പാറ കിട്ടാതെ വളരെ പ്രശ്നമുണ്ട്. ഈ നമ്മളുടെ വർക്കുകൾക്ക് നമ്മുടെ കൺസ്ട്രക്ഷനാണല്ലോ കൂടുതൽ. നമ്മളെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? മറ്റുള്ള സ്റ്റേറ്റിൽ പോലെ ഇവിടെ നിയമപരമായിട്ട് പോയാൽ ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് ജിയോളജിക് പെർമിഷൻ എടുക്കേണ്ടതാണെങ്കിൽ പെർമിഷൻ എടുക്കണം, ക്വാറി പെർമിഷൻ എടുക്കേണ്ടതാണ്. എല്ലാ അപ്രൂവലും വായിച്ചെടുത്താൽ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് തെളിവ് തന്നെയാണ് ഞങ്ങൾ. എന്നാലും കുറേ പ്രശ്നമുണ്ട് കേരളത്തിൽ. ഈ കാലാവസ്ഥ വ്യതിയാനം പ്രശ്നങ്ങളും കുറച്ചും കൂടി മറ്റുള്ള സ്റ്റേറ്റിനേക്കാളും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. അവർക്ക് അവിടെ എല്ലാം ഫ്രീ ആണല്ലോ. എവിടെ നിന്നും എടുക്കുക, എവിടെ നിന്നും പൊട്ടിക്കുക, അങ്ങനെയല്ല. അവിടെ ജനനിബിഡമായിട്ടൊന്നും അല്ല. എല്ലാവരും അവരുടെ സ്വാതന്ത്ര്യം അറിയാൻ അത് ഇവരെ നല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണം. നമ്മളെല്ലാം അപ്രൂവലും നേരത്തെ എടുത്തു വെച്ചെല്ലാം കൃത്യമായിട്ട് എല്ലാം കറക്റ്റായിട്ട്. പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. അതാണല്ലോ അതിൻ്റെ ഈ മൂല്യശോഷണം സത്യസന്ധത എന്നെല്ലാം പറയുന്നത് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം എന്ന് തന്നെ. മെറ്റീരിയൽ ഒരു ഞങ്ങൾക്ക് ക്വാറി ക്രഷറുണ്ട് ഇവിടെ തന്നെ, നമുക്ക് കേരളത്തിലുണ്ട്, കോഴിക്കോടുണ്ട്. ഇപ്പം തലപ്പാടി ഞങ്ങളെ തുടങ്ങുമ്പോൾ അവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ക്വാറി ഇല്ലെങ്കിൽ ഈ മാഫിയൻ്റെ ഇടയ്ക്ക് ഞങ്ങളിട്ട് വർക്ക് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയ ഉടനെ ഒരു ക്വാറി ക്രഷർ വാങ്ങിച്ചു. എന്നിട്ട് അതിൽ നിന്നാണ് നമുക്കൊരു 25% നമുക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നത്. സ്വന്തം ഇല്ല, എല്ലാവിടെയും ഇല്ല. ബാക്കിയൊക്കെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാണ്. തേർഡ് ജനറേഷൻ അല്ലേ ഇതിനകത്ത്? അതെ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു 14 പേരിലുണ്ടായിരുന്നു. 14 പേരിൽ ഒരാളെ. ആദ്യത്തെ പ്രസിഡന്റ് ഒരു വർഷമായിട്ട് നിന്നിട്ടുള്ളൂ. അന്നും ഇതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ പറയുന്നതല്ല. ആദ്യത്തെ പ്രസിഡന്റ് ആയി. പിന്നെ എൻ്റെ ആ 14 പേരിൽ ഒരാളെ ഗ്രാൻഡ് ഫാദറെ പിടിച്ച് ആക്കി. ഗ്രാൻഡ് ഫാദർ ഏറ്റവും നന്നായി ഭരിച്ചുകൊണ്ട് 19 കൊല്ലം ഭരിച്ചു. പിന്നെ 1-2 വർഷം അങ്ങനെ വേറെ ആൾക്കാർ ഭരിച്ചു. പിന്നെ ഫാദറെ കൊണ്ടുവന്നു. ഫാദർ 32 വർഷം ഭരിച്ചു. പിന്നെ അതിനുശേഷം 10 വർഷം വേറെ ആൾ ഭരിച്ചു. ഞാനിപ്പോൾ ഫാദറേക്കാളും കടത്തിവിടുന്ന രീതിയിൽ 31ാമത്തെ വർഷമായി.
ഞങ്ങൾക്ക് നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സമർപ്പണം അങ്ങനെയാണ് ജീവിതം. അതുകൊണ്ടാണ് ആ പ്രസ്ഥാനം എല്ലാവരും തന്നെ, ഞാൻ ഒറ്റക്കല്ല, ഞങ്ങളെല്ലാവരും ആ പ്രസ്ഥാനത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കിഫ്ബിയുടെ പല പ്രൊജക്റ്റുകളും ഊരാളുകളിലാണ് ചെയ്യുന്നത്. കിഫ്ബി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കുറേ കൂടി സിസ്റ്റമാറ്റിക് ആണെന്നല്ലോ അത്രയും. പിന്നെ ക്വാളിറ്റിയിലും ഒക്കെ നല്ല സിസ്റ്റങ്ങളുണ്ട്. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനും കിഫ്ബിക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നവർ ചെക്ക് എല്ലാം ചെക്ക് ചെയ്യും. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ചെക്ക് ചെയ്യും. വളരെ കൃത്യമായി ചെയ്യും. അതിലൊന്നും ഒരു വിട്ടുവെച്ച പിന്നെ നമുക്ക് അത്രയും ഓഡിറ്റ് അല്ലെങ്കിൽ അത്രയും വിങ്ങിനെ കുറക്കാമല്ലോ. അതും കൂടി നമ്മൾ വെക്കണ്ടല്ലോ. ക്വാളിറ്റി ചെയ്ത് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ കാശ് കൊടുക്കുന്ന അത് കോൺട്രാക്ടേഴ്സിന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അത് സർക്കാരിൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്യാൻ താമസം അല്ലെങ്കിൽ ഇല്ല ഒന്നുമില്ല. അപ്പോൾ പിന്നെ മറ്റ് കോൺട്രാക്ടേഴ്സ് പറയുന്നതിൻ്റെ ഒരു ഇതെന്താ? അത് കേരളത്തിൽ വളരെ കുറവാണ്. മറ്റുള്ള സ്റ്റേറ്റിനനുസരിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5% വളരെ കുറവാണ്. മറ്റുള്ള സ്റ്റേറ്റിൽ ഡിലേ അല്ല, ഈ അഴിമതി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഫണ്ട് റിലീസ് ഇല്ലില്ല, അതിനൊന്നും അങ്ങനെ ആരെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫണ്ട് റിലീസ് ചെയ്യുന്നൊന്നും എനിക്കിപ്പോൾ അടുത്ത കാലത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നും പറ്റില്ല. അതിൽ സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമെന്നല്ലാണ്ട് അങ്ങനെ പണ്ടത്തെ പോലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ചീഫ് എഞ്ചിനീയറോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി. നമുക്ക് പണ്ട് നമ്മളിപ്പോൾ കുറേയൊക്കെ നമ്മളിപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്ന അല്ല. അത് ഇപ്പം ഗവൺമെൻറ് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമുക്കും കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫ്ലോ കുറച്ച് കുറയും, പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും നമ്മളെ സിസ്റ്റം കൊണ്ട് നമ്മളെല്ലാ ബില്ലുകളും കൃത്യമായി എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും. എല്ലാം കൃത്യമായി എത്തിച്ചാൽ അത്രയും അതിൻ്റെ പ്രയോറിറ്റി കിട്ടും. ആ പ്രയോറിറ്റിയിൽ വരും, വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഡിലേ ഉണ്ട്. ULCC വർക്കിന്റെ ക്വാളിറ്റിയും ഈ സ്പീഡിയും അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ നിന്നോ കേരളത്തിനും പുറത്തേ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? ഒരുപാട് കർണാടക എന്നൊക്കെ ഇപ്പോഴും വിളിയുണ്ട്. കർണാടക പക്ഷെ അവിടെയൊന്നും പോകാൻ പറ്റില്ല. അവിടെയൊക്കെ സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ വർക്കിന് പോകാൻ പറ്റില്ല. അവിടെയൊക്കെ ഭയങ്കര അഴിമതി, ഒന്നും നടക്കില്ല. നമുക്ക് അങ്ങനത്തെ നമ്മളടുത്ത് വൈറ്റ് അല്ലാത്ത ബ്ലാക്ക് ഇല്ലല്ലോ, പോകാൻ പറ്റില്ല. പിന്നെ ഇന്നച്ചതിൻ്റെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കേരളത്തിൽ പ്രൈവറ്റ് ആൾക്കാരാണെങ്കിൽ സമീപിച്ച് പണിയെടുക്കണം ഇപ്പം തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ ഈ സ്റ്റീലിൻ്റെ ഒക്കെ അങ്ങനത്തെ കൺസ്ട്രക്ഷനിലും ഇനി പ്രൈവറ്റ് വർക്ക് നോക്കുന്നുണ്ട്. അതിപ്പോൾ ലാർജ് സ്കെയിൽ വർക്കല്ലേ, വലിയ അങ്ങനെയല്ലേ നോക്കുക പ്രൈവറ്റിൽ എടുക്കുമ്പോൾ? അല്ല, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല നമുക്ക്. അത് നേരത്തെ അതെല്ലാവർക്കും ഒരു ബിസിനസ് മാൻ അങ്ങനെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഒരു അദാനി വർക്ക് എടുക്കുന്നതാണെങ്കിൽ ഒരു മിനിമം 2000 കോടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 5000 കോടി ഉണ്ടെന്ന് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാൾക്ക് എടുക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ 1500 1000 കോടി മിനിമം എന്നല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 50,000 രൂപയുടെ പഞ്ചായത്തിൻ്റെ വർക്ക്, അത് നമുക്ക് നമ്മുടെ നാട്ടിന് ഉള്ള വികസനത്തിൽ പങ്കാളിയാവുക. പിന്നെ അതിലുപരി നമ്മളെ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കലാണല്ലോ. എല്ലാ പ്രദേശത്തുള്ള ആൾക്കും തൊഴിൽ കൊടുക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റ്.